ഷോ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. അത് ഇവിടെ പോയി കിടക്കുകയാണാവോ? എത്ര സമയമായി ഞാൻ ഇവിടെയൊക്കെ തിരിയുന്നു. ഇവിടെയൊക്കെ നോക്കി നോക്കി തന്നെ ഞാൻ തളർന്നു. എടി കുഞ്ഞാവേ, നീ എന്താണായി പരതണത്? കുറെ സമയമായി ഇവിടെ നിന്നും തിരിഞ്ഞു കളിക്കുന്നു. അത് ഞാൻ മുന്നാറിൽ നിന്ന് എന്റെ തലയിൽ കുത്താനുള്ള ടിക്കറ്റ് വാങ്ങിച്ചിരുന്നു. അതിപ്പോൾ എവിടെയും കാണുന്നില്ല. എത്ര സമയമായിന്നോ ഞാൻ ഇവിടെയൊക്കെ തിരിയുന്നു. ആഹാ, അമ്പടി കേമി, അതല്ലേ നിന്റെ തലയിലുള്ളത്? ഇങ്ങ് താടി എന്റെ ടിക്കറ്റ്. ആരോട് ചോദിച്ചിട്ടാടി നീ എന്റെ ടിക്കറ്റ് എടുത്ത് തലയിൽ കുത്തിയത്? നിന്നോടാ മര്യാദയ്ക്ക് പറഞ്ഞത് എന്റെ ടിക്കറ്റ് ഇങ്ങോട്ടേക്ക് തരാൻ. അമ്പട പുൽസോ, ആരാ പറഞ്ഞത് ഇത് നിന്റെ ടിക്കറ്റ് ആണെന്ന്? ഇതേ എന്റെ ടിക്കറ്റാ. അല്ല, അത് എന്റെ ടിക്കറ്റാ. ആ വൈറ്റ് കളർ ടിക്കറ്റാണ് ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചത്. അത് എന്റേതാണ്. നിങ്ങളുടെ മര്യാദയ്ക്ക് തിരിച്ചു തരാൻ പറഞ്ഞത്. മര്യാദയ്ക്ക് തിരിച്ചു തന്നോ? ആഹാ, ഇതമ്മൽ നിന്റെ പേരൊന്നും എഴുതി വെച്ചിട്ടില്ലല്ലോ. ഇത് എന്റെ ടിക്കറ്റാ, നിന്റേതൊന്നുമല്ല ഇത്. എടി കുഞ്ഞാറ്റെ, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട കേട്ടോ. നിന്നോട് മര്യാദയ്ക്ക് തരാൻ പറഞ്ഞത്. എന്റെ അനുവാദമില്ലാതെ എന്റെ സാധനം എടുത്ത് തലയിൽ കുത്തിയതും പോരാ, വീണ്ടും നിന്നവൾ പ്രസംഗിക്കാൻ നിൽക്കുന്നു. നിന്നോട് അതിങ്ങോട്ടേക്ക് തരാൻ പറഞ്ഞത്. ഒന്ന് പോടി അവിടുന്ന്. ഇതേ എനിക്ക് അമ്മ വാങ്ങിച്ചു തന്നതാ. ഇത് നീ അല്ല വാങ്ങിച്ചത്, ഞാനാ വാങ്ങിച്ചത്. ഇത് എന്റെ ടിക്കറ്റാണ്. നീ അത് മര്യാദയ്ക്ക് കഴിച്ചു തരുന്നോ അല്ലെങ്കിൽ ഞാൻ കഴിച്ചെടുക്കണോ? നിന്നോടാ ചോദിച്ചത്. ഹോ, എന്റെ മുടിയങ്ങാൻ തൊട്ടാലേ നിന്റെ കൈ ഞാൻ വെട്ടും. ആ, എങ്കിൽ വേഗം ഇങ്ങ് കഴിച്ചു തന്നോ. ഇതേ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചത് അവിടെ നിന്നും. അങ്ങനെ നിനക്ക് സ്വന്തമായിട്ട് വാങ്ങിച്ചു തന്നതല്ല ഇത്. ഇത് നമുക്ക് രണ്ടുപേർക്കും കൂടെ വാങ്ങിച്ചു തന്നതാ. അങ്ങനെയൊന്നും അമ്മ പറഞ്ഞിട്ടില്ല. ഇതേ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ്. നിനക്ക് വേണമെങ്കിൽ നിനക്കും വാങ്ങിച്ചൂടായിരുന്നോ? നിന്നോടാരാ എന്റെ ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞത്? മര്യാദ ഇങ്ങോട്ടേക്ക് തരാനാ പറഞ്ഞത്. അങ്ങോട്ട് മാറി നിക്കടി. തരത്തില്ല, ഇത് എന്റെ ടിക്കറ്റാണ്. ഒന്ന് പോടി അവിടുന്ന്. ഇത് എന്റെ ടിക്കറ്റാണ്. ആ, എന്റെ മുടി വേദനയാവണോ? മുടി വിടടി, മുടി വിടാൻ. ഇല്ല, വിടത്തില്ല. എന്റെ ടിക്കറ്റ് തരാതെ ഞാൻ വിടത്തില്ല. ആ, അമ്മ ഓടി വാ. ഇവൾ എന്റെ മുടി പിടിച്ച് പറിക്കണോ അമ്മ? എന്റെ ടിക്കറ്റ് എടുത്തതും പോരാഞ്ഞിട്ട് നിന്ന് മോങ്ങുന്നോ? അയ്യോ, എന്താണ് മക്കളെ ഇത്? കുറെ സമയമായല്ലോ നിങ്ങൾ തല്ലുപിടി കേൾക്കുന്നു. എന്തിനാടി ഇവിടെ കിടന്ന് മോങ്ങണത്? ഇതിറ്റിങ്ങളെയും കൊണ്ട് മനുഷ്യൻ ഏത് സമയം നോക്കിയാലും സല്ലപ്പാട് തന്നെയാണല്ലോ. എന്തോ നാടി ഇപ്പൊ ഇവിടെ പ്രശ്നം? ഒരുമാതിരി കാക്കക്കൂട്ടിൽ കല്ലെറിഞ്ഞതുപോലെ ഏത് സമയം നോക്കിയാലും രണ്ടും കൂടെ കീരിയും പാമ്പുമാണ്. എന്തിനാടി നീ ഇങ്ങനെ മോങ്ങണത്? എന്തിനാണ് മോങ്ങണതെന്ന്? അമ്മ, ഇവളില്ലേ കുഞ്ഞാവ, ഇവളെന്നെ ഇടങ്ങാറാക്കി അമ്മ. എന്താ നാടി കുഞ്ഞാവേ ഇവിടെ പ്രശ്നം? അതില്ല അമ്മ, നോക്ക്, ദയയിട്ട് ഇട്ടിക്കില്ലേ? ഇത് ഞാൻ മൂന്നാറിൽ നിന്നും എനിക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. അത് ഞാൻ കാണാതെ ഇവിടെ അവളുടെ തലയിൽ കുത്തി. ഇത് ഞാൻ വാങ്ങിച്ച ടിക്കറ്റല്ലേ? അപ്പൊ ഇത് എന്റെ ടിക്കറ്റല്ലേ? അമ്മ, അത് രണ്ടുപേരും കുത്തിക്കോ എന്ന് പറഞ്ഞ് വാങ്ങിച്ചു തന്നതല്ലേ? അതുകൊണ്ടാ ഞാൻ എടുത്ത് കുത്തിയത്. അവൾ എന്റെ മുടി പിടിച്ച് പറിച്ചമ്മ. അയ്യോ, ഞാൻ മുടിയൊന്നും പിടിച്ച് പറിച്ചില്ല അമ്മ. ഞാൻ എന്റെ ടിക്കറ്റ് മാത്രമേ എടുത്തുള്ളൂ. അല്ല അമ്മ, അവൾ നുണ പറയുകയാണ്. അവൾ എന്റെ മുടി പിടിച്ച് പറിച്ചു. ഇല്ല അമ്മ, അവളാ നുണ പറയുന്നത്. ഞാൻ അവളുടെ മുടി പിടിച്ച് പറിച്ചില്ല. ഞാൻ ടിക്കറ്റ് മാത്രമേ എടുത്തുള്ളൂ. അല്ലെങ്കിലും ഇത് എന്റെ ടിക്കറ്റല്ലേ? ഇത് എന്തിനാ അവളെ എടുക്കാൻ നിന്നത്? ഇതും നോക്കി ഞാൻ എത്ര സമയമാണെന്നോ റൂമിലൊക്കെ നോക്കി നടക്കുന്നു. എന്റെ അനുവാദമില്ലാതെ എന്റെ സാധനം എടുത്തതല്ലേ അവള്. അതുകൊണ്ട് അവളാണ് തെറ്റ് ചെയ്തത്. അമ്മ, ഞാനത് എടുത്തതല്ല. അമ്മ എന്റെയും കൂടി വേണമെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം എടുത്തതാണ് ഞാനത്. ആഹാ, കൊള്ളാലോടി നിന്റെ ഐഡിയ. എടി, ഇതിന് മുന്നേ വാങ്ങിച്ച ഹെയർ ബാൻഡ് നീ നിന്റേതാണെന്ന് പറഞ്ഞത് നീ എനിക്ക് കുത്താൻ തന്നിട്ടുണ്ടോ? അപ്പോൾ അത് നീ നിനക്ക് വേണ്ടി വാങ്ങിച്ചതാണെന്നല്ലേ പറഞ്ഞത്? അതിന് മുന്നേ ഞാൻ വാങ്ങിച്ച മുടിക്കുറിക്ക് നീ നിനക്ക് വേണമെന്ന് എടുത്ത് പറഞ്ഞ് കുത്തിയില്ല. അത് പിന്നെ അത് നമ്മൾ രണ്ടുപേർക്കും കൂടെ വാങ്ങിച്ചതല്ലേ? അതുപോലെ തന്നെയല്ലേ ഇതും? ഇത് രണ്ടുപേർക്കും കൂടെ വാങ്ങിച്ചതല്ലേ? അല്ല, ഇത് എനിക്ക് വേണ്ടി മാത്രം ഞാൻ വാങ്ങിച്ചതാണ്. ഒന്ന് നിർത്തുന്നുണ്ടോ? രണ്ടുപേരുടെയും കൂടെ തല്ലുപിടുത്തം. മനുഷ്യൻ ഇവിടെ ഒരു സ്വസ്ഥതയുമില്ല. ഏത് സമയം നോക്കിയാലും നിങ്ങൾക്ക് രണ്ടുപേർക്കും തല്ലു പിടിക്കാനല്ലേ പണിയുള്ളൂ. എന്തോ നായത്? ഇങ്ങനെയാണെങ്കിലേ ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോവുകയാണ്. നിങ്ങളോട് രണ്ടുപേരോട് ഞാൻ പറയാറില്ലേ, ഇവിടെ നിങ്ങൾ രണ്ടുപേർക്കും രണ്ട് സാധനമില്ല, എല്ലാ സാധനവും നിങ്ങൾ രണ്ടുപേരുടെയും കൂടിയാണെന്ന്? അതെങ്ങനെയാ? ഞാൻ എന്തെങ്കിലും പറഞ്ഞാലുണ്ടോ ഒരു അനുസരണ? പോലെ വളർന്നു രണ്ടും, എന്നിട്ടും തല്ലുപിടുത്തത്തിന് ഒരു കുറവുമില്ല. അമ്മ, ഇവളല്ലേ തെറ്റ് ചെയ്തത്, ഞാനല്ലല്ലോ. അമ്മ, ഞാൻ ഒരു പ്രാവശ്യം പോലും കുത്താത്ത ടിക്കറ്റല്ലേ അവളെടുത്ത് തലയിൽ വെച്ചത്? ടിക്കറ്റ് പിന്നെ തലയിലല്ലാണ്ട് പിന്നെ എവിടെയാ വെക്ക? കുഞ്ഞാവേ, നിന്റെ കുത്തക്കട കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ പോയാലേ നീ എന്റെ കയ്യിൽ നിന്ന് നല്ല തല്ല് മേടിക്കും. കണ്ടോ അമ്മ, കണ്ടോ അവളുടെ കുറച്ചിരി കണ്ടോ? കിട്ടണടി, കിട്ടണം. നിനക്ക് കിട്ടിയപ്പോഴാ അവളും അവളുടെ ഒരു ടിക്ടിക്കും. കണ്ടോ അമ്മ, അവളെന്നെ കളിയാക്കി ചിരിക്കണത് കണ്ടോ അമ്മ? പിന്നെ ചിരിക്കാതെ നിന്റെ കളി കണ്ടാലേ ചിരിച്ചാ മതിയോ? നിർത്തടി, നിർത്താനി. എന്താ നാടി ഇത്ര കാലം വിളിക്കാറുള്ളത്? ഞാൻ ഈ പറഞ്ഞതൊക്കെ രണ്ടു പേരോടും കൂടിയാണ്.
അല്ലാതെ അവളോട് മാത്രമല്ല. കൂടുതൽ വിളിച്ചെടുത്താലേ രണ്ടുപേർക്കും നല്ല തല്ലുകൊള്ളും. എങ്ങനെയുണ്ടടി ഇപ്പോ? കിട്ടിയ പോരാ നിനക്ക്? എന്നെ കളിയാക്കി ചിരിച്ചതല്ലേ, ഇപ്പൊ ആവശ്യത്തിലധികം നിനക്കും കിട്ടിയില്ലേ? എനിക്കിപ്പോൾ സമാധാനമായി. ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടുപേരും? തല്ലുകൊള്ളുമെന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല കേട്ടോ. എന്നെ കൂടുതൽ ഭ്രാന്ത് പിടിപ്പിച്ചാലേ ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോകും. പറഞ്ഞില്ലാന്ന് വേണ്ട. പിന്നെ അമ്മ കൊമ്മ എന്ന് പറഞ്ഞ എന്റെ പുറകെ വന്നിട്ട് ഒരു കാര്യവും ഉണ്ടാവില്ല. എവിടെയാണ് ആ ടിക് ടിക്ക്? ആ ടിക് ടിക്ക് ഇങ്ങോട്ടേക്ക് താ. മതി കുത്തിയതൊക്കെ, ഇനി രണ്ടുപേരും കുത്തണ്ടാത്. ഞാനേ അത് ആർക്കെങ്കിലും കൊടുത്തോളാം. ഇനി നിങ്ങൾ രണ്ടുപേരും അത് ഉപയോഗിക്കണ്ട. അമ്മ അങ്ങനെ പറയല്ലേ, അതെന്റെ ടിക് ടിക് അല്ലേ, അതെനിക്ക് വേണം. ആഹാ, അങ്ങനെ അവൾക്ക് കൊടുക്കുകയാണെങ്കിൽ എനിക്കും വേണം. ആ, ഇത് തന്നെയാ ഞാൻ പറഞ്ഞത്, രണ്ടുപേരും ഉപയോഗിക്കണ്ട, അതിങ്ങോട്ടേക്ക് തരാൻ. ഇല്ല, തരത്തില്ല, ഞാൻ തരത്തില്ല, അതെനിക്ക് വേണം അത്. ശരി, എങ്കിൽ അത് ഞാൻ നിനക്ക് തരാം. പക്ഷെ നിങ്ങൾ രണ്ടുപേരും കൂടെ കുത്തുമോ അത്? അതെന്റേതല്ലേ, ഞാനത് അവൾക്ക് കൊടുക്കത്തില്ല. അവൾക്ക് വേണമെങ്കിൽ അമ്മ വേറൊരെണ്ണം അവൾക്ക് പുതിയത് വാങ്ങിച്ചു കൊടുത്തോ. ഇത് എന്റേതാണ്, ഇത് ഞാൻ അവൾക്ക് കൊടുക്കത്തില്ല. ശരി, ഞാൻ നാളെ ടൗണിൽ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ അവൾക്ക് പുതിയൊരെണ്ണം വാങ്ങിച്ചു കൊടുക്കും. നിനക്ക് ഞാൻ വാങ്ങിച്ചു തരത്തില്ല. ടിക് ടിക്കോ? എനിക്കോ? അതും പുതിയ ടിക് ടിക്കോ? അത് പറ്റത്തില്ല. അപ്പോഴേ എനിക്ക് വാങ്ങേണ്ടി വരും. ഇത് വലിയ ശല്യമായില്ല ഇവിടെയും കൊണ്ട്. അല്ലെങ്കിലും അമ്മ എന്തിനാ ഇപ്പൊ പുതിയ ടിക് ടിക് വാങ്ങുന്നത്? ഇതേ ഞങ്ങൾ രണ്ടുപേരും തന്നെ കുത്തിക്കൊള്ളാം. ഇത് കുത്തിപ്പോയതായിട്ട് പുതിയതൊരെണ്ണം വാങ്ങിച്ചു തന്നാ മതി. ഇത് ഒരു ദിവസം അവള് കുത്തിക്കോട്ടെ, ഒരു ദിവസം ഞാൻ കുത്തിക്കോളാം. ഇങ്ങനെയൊന്നുമല്ലല്ലോ നീ ഇത്ര നേരം പറഞ്ഞത്. അതൊക്കെ ഞാൻ അമ്മയെ പറ്റിക്കാൻ വേണ്ടിട്ട് വെറുതെ പറഞ്ഞതാ. ഇതേ ഞാൻ ഇവൾക്കും കുത്താൻ കൊടുക്കും. വേണമെങ്കിൽ ഇവൾക്ക് സ്വന്തം എടുത്തോട്ടെ, എനിക്ക് ഒരു കുഴപ്പവുമില്ല. അമ്പരി കേമി, നിന്റെ ഐഡിയ ഒക്കെ എനിക്ക് മനസ്സിലായി കേട്ടോ. മക്കളെ, ഹായ്, അച്ഛൻ വന്നേ. അച്ഛൻ ഞാൻ പറഞ്ഞ സാധനം കൊണ്ടുവന്നിട്ടുണ്ടോ? പിന്നല്ലാതെ എന്റെ മക്കൾ പറഞ്ഞ അച്ഛൻ കൊണ്ടുവരാതിരിക്കോ? എവിടെയാ അത്? അച്ഛന്റെ കയ്യിലൊന്നും കാണുന്നില്ലല്ലോ. ചോക്ലേറ്റ് അല്ലേ? ദാ മോളെ ചോക്ലേറ്റ്. അയ്യോ അച്ഛാ, ഇത് ഞാൻ പറഞ്ഞ ചോക്ലേറ്റ് അല്ലല്ലോ. ഞാൻ പറഞ്ഞത് കിൻഡർ ജോയ് അല്ലേ, എനിക്ക് അതാണ് വേണ്ടത്. അയ്യോ, കിട്ടണടി, കിട്ടണം. നിനക്ക് കിട്ടിയാ പോരാ, ഇത് ഞാൻ പറഞ്ഞ ചോക്ലേറ്റ് ആണ്. അച്ഛാ നോക്കച്ചാ, ഇവിടെ പറഞ്ഞ ചോക്ലേറ്റ് എന്തിനാ കൊണ്ടുവന്നത്? ഞാൻ പറഞ്ഞ ചോക്ലേറ്റ് എവിടെ? സാരമില്ല മക്കളെ, ഇപ്പൊ നിങ്ങൾ ഇത് കഴിക്ക്. എന്തോരം പൈസയാണെന്നോ ഇതിനൊക്കെ. പൈസ നോക്കാതെ അച്ഛൻ ഇതൊക്കെ വാങ്ങിച്ചതേ മക്കൾക്ക് വേണ്ടിയല്ലേ. വേണ്ട വേണ്ട, അച്ഛൻ ഒന്നും പറയണ്ട, എനിക്കിത് വേണ്ട. എനിക്ക് ഞാൻ പറഞ്ഞ കിൻഡർ ജോയ് തന്നെ മതി. എന്തെങ്കിലും കഴിക്കണ്ടേടി, നീ ഇങ്ങോട്ട് മാറി നിൽക്ക്. അച്ഛാ അതിങ്ങ് തന്നേക്ക്, ഞാൻ കഴിച്ചോളാം. അല്ലെങ്കിലും അച്ഛന് പണ്ടേ എന്നോടാണ് ഇഷ്ടമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടല്ലേ അച്ഛൻ ഞാൻ പറഞ്ഞ ചോക്ലേറ്റ് തന്നെ കൊണ്ടുവന്നത്. അയ്യോ മക്കളെ, അച്ഛൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ട് വാങ്ങിച്ചതല്ല ഇതൊന്നും. നിങ്ങൾ രണ്ടുപേർക്കും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വലിയ പാക്കറ്റ് തന്നെ വാങ്ങിച്ചത്. അത് നന്നായി അച്ഛാ, എന്തായാലും ഈ ചോക്ലേറ്റ് തന്നെ വാങ്ങിച്ചത്. എനിക്ക് ഇഷ്ടപ്പെട്ടത് തന്നെ അച്ഛൻ വാങ്ങിച്ചല്ലോ. അടിപിടി കൂടാതെ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കണം കേട്ടോ. അതിനച്ഛാ അവൾക്ക് ഇത് ഇഷ്ടമല്ലല്ലോ. ഇഷ്ടമില്ലാത്ത സാധനം വെറുതെ എന്തിനാ കഷ്ടപ്പെട്ട് കഴിക്കണത്? ഇത് ഞാൻ തന്നെ കഴിച്ചോളാം. അച്ഛാ നോക്കച്ചാ, അവളുടെ ബുദ്ധി കണ്ടോ? അയ്യോ പൊന്നു മക്കളെ, അങ്ങനെയൊന്നും പറയാതെ രണ്ടുപേരും കൂടെ ഇരുന്ന് കഴിച്ചോ. എനിക്കൊന്നും വേണ്ട ഈ ചോക്ലേറ്റ് ഒന്നും. അച്ഛന്റെ പുന്നാര മോൾക്ക് കൊണ്ടുകൊടുത്തല്ലേ, അവള് തന്നെ കഴിച്ചോട്ടെ. എനിക്ക് കിൻഡർ ജോയ് വേണം. ഞാൻ കിൻഡർ ജോയ്ക്കല്ലേ പറഞ്ഞത്, എനിക്ക് കിൻഡർ ജോയ് തന്നെ വേണം. അയ്യോ, എനിക്കറിയാം അച്ഛൻ എന്നോട് ഒരു സ്നേഹമില്ലാന്ന് എനിക്ക് നന്നായിട്ടറിയാം. അയ്യോ മക്കളെ, കരയാതെ. അച്ഛന്റെ പൊന്നു മോളല്ലേ, കരയാതെ. അച്ഛൻ ഇനി വാങ്ങിക്കുമ്പോഴേ കിൻഡർ ജോയ് വാങ്ങിച്ചു തരാം. വേണ്ട വേണ്ട, ഇനി എനിക്ക് വേണ്ട, എനിക്കിപ്പോ തന്നെ വേണമായിരുന്നു. ഞാൻ എത്ര സമയമായി ഇവിടെ അച്ഛൻ വരുന്നതും കാത്തിരിക്കുന്നു. അച്ഛൻ കിൻഡർ ജോയ് കൊണ്ടുവരുന്നതും കാത്തിട്ട്. കണ്ടോ അച്ഛാ, കണ്ടോ? അവളെ അച്ഛൻ വരുന്നതല്ല കാത്തിരിക്കുന്നത്, കിൻഡർ ജോയ് കൊണ്ട് വരുന്നതാ കാത്തിരിക്കുന്നത്. നീ പൊടി കൊന്തം പലിച്ചി, നോക്കിക്കൊടി, ആ ചോക്ലേറ്റ് തിന്നിട്ട് നിന്റെ പല്ല് മുഴുവൻ പുഴുത്തു പോകും. അതെ, ഞാനങ്ങ് സഹിച്ചടി. മക്കളെ, നിങ്ങൾ ഇങ്ങനെ തല്ലി പിടിക്കാതെ, അച്ഛന് വിഷമമാകും. അച്ഛന്റെ പൊന്നു മോളൂസല്ലേ, മോള് കരയാതെ. അച്ഛൻ ഇനി വരുമ്പോൾ എന്തായാലും കിൻഡർ ജോയ് കൊണ്ടുതരാം. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടെ ഈ ചോക്ലേറ്റ് ഇരുന്ന് കഴിക്കും. അയ്യോ, എന്നോട് ആർക്കും ഇഷ്ടമില്ലേ? അത് നിനക്ക് ഇപ്പോഴാണോടി മനസ്സിലായത്? നിന്നോട് ആർക്കും ഇഷ്ടമില്ലാത്ത കാര്യം? മോളെ കുഞ്ഞാറ്റെ, നീ ഒന്ന് മിണ്ടാതിരി. ഞാൻ മിണ്ടാതിരുന്നിട്ടെന്താ? അവള് പറഞ്ഞ സത്യമായ കാര്യമല്ലേ. അച്ഛൻ അവളോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ലേ അച്ഛൻ അവള് പറഞ്ഞ ചോക്ലേറ്റ് കൊണ്ടുവരാതെ ഞാൻ പറഞ്ഞ ചോക്ലേറ്റ് തന്നെ കൊണ്ടുവന്നത്. കണ്ടോ അച്ഛാ, കണ്ടോ?
അയ്യോ മക്കളെ, അങ്ങനെയൊന്നുമില്ല. അച്ഛന് രണ്ടുപേരോടും ഇഷ്ടമാണ്. ഷോ, എന്നോട് മറന്നു പോയതാണ്. അതാണ് നീ പറഞ്ഞ ചോക്ലേറ്റ് വാങ്ങിക്കാൻ എന്നോട് വിട്ടുപോയത്. കടയിൽ ചെന്നപ്പോഴേ ചോക്ലേറ്റ് എന്നേ ഞാൻ ഓർമ്മിച്ചുള്ളൂ, കിൻഡർ ജോയ് എന്ന് ഞാൻ ഓർമ്മിച്ചില്ല. അതാണ് മോളെ. വേണ്ട, അച്ഛനൊന്നും പറയണ്ട, എനിക്കൊക്കെ മനസ്സിലായി. ഞാൻ ഇങ്ങോട്ടെങ്കിലും പോകുന്ന അച്ഛനൊക്കെ പുണ്യാരിക്കാൻ ഇപ്പൊ ഇവളില്ലേ? ഷോ, ഇത് വലിയ ശല്യമായല്ലോ. കണ്ടോ കണ്ടോ, അച്ഛനിപ്പോ ഞാനൊരു ശല്യായല്ലേ? അവളെക്കാളും ചെറുത് ഞാനല്ലേ, അപ്പൊ ഞാൻ പറഞ്ഞതല്ലേ അച്ഛൻ ഓർമ്മിക്കേണ്ടത്, അല്ലാതെ അവള് പറഞ്ഞതല്ലോ. അയ്യോ മോളെ, അതിന് ഞാൻ അവള് പറഞ്ഞ ചോക്ലേറ്റ് ഒന്നും നോക്കി വാങ്ങിച്ചതല്ല. കടയിൽ നിന്നും അവരോട് നല്ല ചോക്ലേറ്റ് ഏതാണെന്ന് ചോദിച്ചപ്പോൾ അവരെടുത്തു തന്നതാണ് ഇത്. എന്താണ് ഇവിടെ ഒരു ബഹളം കേൾക്കുന്നത്? കുറെ സമയമായല്ലോ അച്ഛന്റെ മക്കളുടെ താക്കം അടുക്കളയിൽ കേൾക്കുന്നു. എന്തിനാ ഇവളിങ്ങനെ മോങ്ങണത്? എടി കുഞ്ഞാവേ, എന്ത് പറ്റി? എടി സുമേ, എനിക്കൊരു അബദ്ധം പറ്റിയടി, നീ എന്നെ ഒന്ന് രക്ഷിക്ക്. അബദ്ധം പറ്റിയെന്നോ? എന്തോന്ന് അബദ്ധം? അത് പിന്നെ സുമേ, ഞാൻ കടയിൽ പോകുമ്പോഴേ ഈ മക്കൾ എന്നോട് ചോക്ലേറ്റ് വേണമെന്ന് ഏൽപ്പിച്ചു. കടയിൽ ചെന്നിട്ട് ഞാൻ കടക്കാരനോട് പറഞ്ഞു നല്ല ചോക്ലേറ്റ് ഏതാണെന്ന്. അപ്പൊ ആ കടക്കാരൻ എനിക്ക് ദേ ഈ ചോക്ലേറ്റ് എടുത്തു തന്നു. ഞാൻ അതും വാങ്ങിച്ചിട്ട് ഇങ്ങ് വന്നു. അല്ലെങ്കിൽ എന്തോരം പൈസയാണ് ഈ ചോക്ലേറ്റിനൊക്കെ. പക്ഷെ മക്കൾ പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതും വാങ്ങിച്ചിട്ട് ഇങ്ങ് വന്നു. അതിനെന്താ, ചോക്ലേറ്റ് വാങ്ങിക്കുകയും കിട്ടുകയൊക്കെ ചെയ്തില്ലേ, പിന്നെ എന്താ ഇവളിങ്ങനെ മോങ്ങണത്? അതില്ലേ അമ്മ, ഞാൻ ഏൽപ്പിച്ചത് കിൻഡർ ജോയ്ക്കാണ്. അച്ഛൻ കൊണ്ടുവന്നത് നീ കുഞ്ഞാറ്റ പറഞ്ഞ ഡയറി മിൽക്കാണ്. കണ്ടോ, അതാണ് സുമ ഇപ്പോഴത്തെ പ്രശ്നം. കിൻഡർ ജോയ് വാങ്ങാതെ എന്നോട് ഈ ഡയറി മിൽക്ക് വാങ്ങിച്ചു പോയി. അതും പറഞ്ഞിട്ടാണ് ദേ ഇവളിപ്പോ ഇങ്ങനെ കരയണത്. ഒന്ന് രക്ഷിക്കടി സുമേ. എന്റെ ദൈവമേ, ഈ പിള്ളേരെയും കൊണ്ട് എപ്പം നോക്കിയാലും ഇങ്ങനെ തന്നെയാണല്ലോ. ഞാൻ കുറെ പ്രാവശ്യം പറഞ്ഞടി എനിക്കൊരു അബദ്ധം പറ്റിയതാണെന്ന്. കുഞ്ഞാവേ, നിന്റെ മോങ്ങളെ നിർത്താനാണ് പറഞ്ഞത്. നിന്നോടാ പറഞ്ഞ നിർത്താൻ? ഇല്ല, ഞാൻ നിർത്തില്ല. എനിക്ക് ഞാൻ പറഞ്ഞ കിൻഡർ ജോയ് തന്നെ വേണം, അല്ലാതെ ഞാൻ കരച്ചിൽ നിർത്തില്ല. നോക്കമ്മ നോക്ക്, അവളുടെ ഒരു ചിരി കണ്ടില്ലേ? അവള് പറഞ്ഞ ചോക്ലേറ്റ് അച്ഛൻ കൊണ്ട് കൊടുത്തോട്ടല്ലേ അവളിങ്ങനെ ചിരിക്കണത്. സൂമേ, ഒന്ന് വേഗം തീർക്കടി ഈ ഒരു പ്രശ്നം. നിങ്ങളൊന്നും മിണ്ടാതിരിക്കും മനുഷ്യ. ഇതിട്ടുള്ള പ്രശ്നം ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. എങ്ങതാടി ആ ചോക്ലേറ്റ്? ഇങ്ങതാടി. അയ്യോ അമ്മ, ഇതെന്തിനാ ഈ ചോക്ലേറ്റ് തരുന്നത്? ഇത് ഞാൻ പറഞ്ഞിട്ട് അച്ഛൻ കൊണ്ടുവന്ന ചോക്ലേറ്റ് ആണ്. ഞാനെങ്ങും കരയുന്നൊന്നുമില്ലല്ലോ, അവളല്ലേ കരയുന്നത്. അവളോട് പറ, അവളോട് പറയാൻ അവളുടെ കയ്യിൽ ചോക്ലേറ്റ് ഉണ്ടോ? നിന്നോടാ പറഞ്ഞത് ആ ചോക്ലേറ്റ് ഇങ്ങ് തരാൻ. മതി, രണ്ടും കൂടെ ചോക്ലേറ്റ് തിന്നണ്ട. ചോക്ലേറ്റ് മാത്രമല്ല, ഇന്ന് വീട്ടിൽ നിന്നൊരു പച്ച വെള്ളം രണ്ടിനും തരത്തില്ല. അമ്മ, ഇതൊക്കെ എന്തിനാ എന്നോട് പറയണത്? നീ കുഞ്ഞാവിയോട് പറ, അവളല്ലേ കരയണത്. അവൾക്ക് ഞാൻ നല്ല ചൂരൽ കഷായം വെച്ചിട്ടുണ്ട്. തൊട്ടതിന് തൊടുന്നതിനൊക്കെ അവളുടെ ഒരു കരച്ചില്. നിർത്തടി, നിന്റെ കരച്ചിൽ നിർത്താനാ പറഞ്ഞത്. അല്ലെങ്കിലേ എന്റെ കയ്യിൽ നിന്ന് നല്ല തല്ല് കൊണ്ടിട്ട് നീ വേദനയായിട്ട് തന്നെ കരയേണ്ടി വരും. അമ്മ, മക്കളെ, അച്ഛനൊരു അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞില്ലേ മക്കളെ, നീ ഒന്ന് ക്ഷമിക്കടി. അച്ഛന് വിഷമമാവട്ടോ ഇങ്ങനെയൊക്കെ കരഞ്ഞാല്. ഒരു കാര്യം ചെയ്യാം, വൈകുന്നേരം അച്ഛൻ്റെ ഒപ്പം നീ കടയിലേക്ക് വന്നോ. എന്നിട്ട് അവിടെ നിന്നും ഇഷ്ടമുള്ള ചോക്ലേറ്റ് നീ നോക്കി വാങ്ങിച്ചോ. സത്യമാണോ അച്ഛൻ ഈ പറയണത്? അതെ മക്കളെ, സത്യമാണ് അച്ഛൻ പറയണത്. ആ, അങ്ങനെയാണെങ്കിൽ ഓക്കെ. അയ്യോ, അപ്പൊ അച്ഛൻ ഞാനോ? നീ എന്തിനാ മക്കളെ വരുന്നത്? നിനക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് കിട്ടിയില്ലേ? അത് പിന്നെ അവള് വരുന്നുണ്ടെങ്കിൽ ഞാനും വരും. ഇനി താടി ഡയറി മിൽക്ക്. നീ എന്തിനാടി അവളുടെ ചോക്ലേറ്റ് കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിയത്? നോക്കമ്മ നോക്ക്, അവളുടെ കുരുത്തക്കേട് കണ്ടോ? അയ്യോ മക്കളെ, നിനക്കല്ലേ ആ ചോക്ലേറ്റ് ഇഷ്ടമല്ല എന്ന് പറഞ്ഞത്, പിന്നെന്തിനാ നീ അത് വാങ്ങിച്ചത്? അത് പിന്നെ എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടക്കേടൊന്നുമില്ല, എനിക്കും ഈ ചോക്ലേറ്റ് ഇഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇത് തന്നെ രണ്ടുപേർക്കും കൂടെ കഴിച്ചാൽ പോരായിരുന്നോ? പിന്നെ ഒരെണ്ണം പുതിയത് വാങ്ങിക്കണോ? അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. എനിക്ക് ഞാൻ പറഞ്ഞ കിൻഡർ ജോയ് തന്നെ വേണം. പിന്നെ ഈ ചോക്ലേറ്റ് അച്ഛൻ എന്തായാലും ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നല്ലേ, പിന്നെ വെറുതെ വേസ്റ്റ് ആക്കണ്ട എന്ന് വിചാരിച്ച് കഴിക്കണതാണ്. ഹമ്പടെ കേമി, കൊള്ളാലോടി നിന്റെ ബുദ്ധി. അപ്പൊ എനിക്കോ? നിനക്ക് ഞാൻ ഇതിന്റെ പകുതി തരും. അപ്പം വൈകുന്നേരം നിനക്ക് കിൻഡർ ജോയും കിട്ടും, ഇപ്പൊ ഈ ചോക്ലേറ്റും കിട്ടും. എനിക്ക് ഈ ചോക്ലേറ്റ് മാത്രം അല്ലേ? അതെ, കണ്ടോ അച്ഛ, കണ്ടോ അവളുടെ കുരുട്ട് ബുദ്ധി കണ്ടോ? അതെന്നെ കാന്താരി, എവിടെ നിന്ന് പഠിച്ചടി നീ ഐഡിയ ഒക്കെ? അച്ഛന്റെ അല്ലേ മോളെ, പിന്നെ ബുദ്ധി ഇല്ലാതിരിക്കോ?